ഞാനത് പഠിച്ച് എത്തിയാലേ പറ്റുള്ളൂ. ഇനി ഒരുപാട് നാൾ ഇങ്ങനെ വെച്ചിരുന്നാൽ ഇതെനിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ ശാരീരിക പ്രശ്നങ്ങൾ, എനിക്ക് 42 വയസ്സായി. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ, എനിക്ക് ഒത്തിരി സമയം ഇരിക്കാൻ പറ്റില്ല. 2005 തൊട്ടിട്ട് എക്സാം എഴുതുന്നുണ്ട്. ഏകദേശം ഒരു 35-ലധികം തവണ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എയ്ഫറിൽ 2023 ഡിസംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. എയ്ഫറിൽ ജോയിൻ ചെയ്തതിന് ശേഷം മനസ്സിലാക്കുന്ന ആദ്യ എക്സാം ക്യാൻസലാക്കി, ബട്ട് ടെക്നിക്കലി ഫസ്റ്റ് എക്സാമാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എയ്ഫർ എത്രത്തോളം റോൾ ഉണ്ടായിരുന്നു തോന്നുന്നു? എയ്ഫറാണ് എന്നെ ഇങ്ങോട്ട് കൈപിടിച്ച് നടത്തിയത്. ഗായത്രി, ആദ്യം തന്നെ നമുക്ക് ഗായത്രിയുടെ ഒരു നെറ്റ് ജേണി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് ടൈം എഴുതുന്നത് PG 2004 കഴിഞ്ഞു. 5 ജൂണിൽ ഞാൻ നെറ്റ് എഴുതുവാണ്. അന്ന് കുറേയധികം പ്രിപ്പയർ ചെയ്തു, പക്ഷെ അത്രയും ഒന്നും എത്തിയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈം എഴുതുന്നത് എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇപ്പോഴത്തെ പോലെ നമുക്ക് നെറ്റിൽ നോക്കി ഒരു ക്വസ്റ്റ്യൻ കാണാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ പോയി എഴുതി. അതിന് വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഫസ്റ്റ് പേപ്പർ ക്ലിയർ ചെയ്തു. പിന്നെ സെക്കൻഡ് അന്ന് ക്ലിയർ ചെയ്തില്ല എന്ന് തോന്നുന്നു. അതങ്ങനെ പോയി. പിന്നെ പഠിക്കാമല്ലോ, അടുത്ത പ്രാവശ്യം പഠിക്കാമല്ലോ എന്നുള്ളതായിരുന്നു. ആ സമയത്താണ് ഞാൻ PhDക്ക് പോയി ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ PhDക്ക് പോകുമ്പോഴാണ് മനസ്സിലായത് എൻ്റെ PG അംഗീകരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അത് വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തായാലും നെറ്റ് എഴുതി കഴിഞ്ഞ് പ്രൈവറ്റ് കോളേജിലെങ്കിലും കയറാമല്ലോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ള വർഷങ്ങളിലെല്ലാം നെറ്റ് എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. 2005 മുതൽ ജൂൺ ഡിസംബർ സെഷൻ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് എഴുതുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ പ്രാവശ്യം മാർക്കില്ലായിരുന്നു, പക്ഷെ രണ്ടാമത് വീണ്ടും ഞാൻ പഠിച്ചു, മാർക്കുണ്ട്. അപ്പോൾ അന്ന് 3 പേപ്പറാണ്. 1, 2 പാസ്സായി. പിന്നെ മൂന്നാമത്തെ പാസ്സാകാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ വീണ്ടും അതും പാസ്സായി. പക്ഷേ നെറ്റ് ക്വാളിഫൈ ആകുന്നില്ല. അതിനൊരു ഒരു പെർസെൻറ്റേജൊക്കെ വേണമല്ലോ, അതൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പോയി. പിന്നെ ഈ കുറേ പ്രാവശ്യം എഴുതിയപ്പോൾ ഒന്നാമത് എൻ്റെ PG അംഗീകാരം ഇല്ലയെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എനിക്ക് നെറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ഡൗൺ ആവാൻ തുടങ്ങി. നെറ്റ് എഴുതിയിട്ടും കാര്യമില്ലല്ലോ, ആ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയി. നെറ്റ് എഴുതിയിട്ടും കാര്യമില്ല. പിന്നെ പോയി എഴുതുന്നു, ഒരാഗ്രഹം കൊണ്ട് എഴുതുന്നു, ചിലപ്പോൾ കിട്ടിയാലോ എന്നുള്ളൊരാഗ്രഹം കൊണ്ട് എഴുതുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് ഞാൻ പിന്നെ ഒരു PG കൂടെ ചെയ്യാമെന്നുള്ള രീതിയിൽ അടുത്തൊരു PG, അത് ഒത്തിരി നോക്കി, എവിടെ ചെയ്യട്ടെ എന്ത് ചെയ്യട്ടെ എന്നറിയില്ല. അങ്ങനെ നോക്കിയിട്ട് അടുത്തൊരു PG MCA ചെയ്യാമെന്നുള്ള രീതിയിൽ MCA ചെയ്തു. MCA ചെയ്യുമ്പോഴും അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം മോളുണ്ട്, ഞാൻ ജോയിൻ ചെയ്യുന്നതും മോള് സ്കൂളിൽ ചേരുന്നതും ഒരുമിച്ചാണ്. അപ്പോൾ അവളുടെ പഠിത്തം നോക്കണം. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം. കുറച്ചധികം വർക്കോളിക്കാണ്, അതുകൊണ്ട് ആ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ വരുമ്പോൾ കുറച്ച് സ്റ്റഡീസിനധികം സമയം കിട്ടില്ല. പിന്നെ ഇഗ്നോയിൽ അന്നൊക്കെ അസൈൻമെൻറ്റൊക്കെ എഴുതുന്ന 80-90 പേജൊക്കെയാണ് എഴുതേണ്ടത്. അതൊക്കെ എഴുതി രാത്രിയിലൊക്കെ ഉറക്കം ഒഴിഞ്ഞിരുന്ന് എഴുതി അങ്ങനെ കുറേ ജോലികളുണ്ട്. കുറേ പഠിക്കാനുണ്ട്, കുറേ ജോലിയുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ഈ സബ്ജക്റ്റിൽ നിന്നിട്ടാണ് ഇത്രയും പ്രശ്നം. അപ്പോൾ അല്ലാതെ ഒരാൾ എഴുതിയെടുക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ പലപ്പോഴും ഞാൻ എക്സാം എഴുതുന്നത് ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, 1 മണിക്കൂർ ഞാൻ എക്സാം എഴുതി, 3 മണിക്കൂർ എക്സാം 1 മണിക്കൂർ എഴുതി. എന്നിട്ട് ഞാൻ ഓടി കോളേജിൽ വന്നു. കാരണം പിറ്റേ ദിവസം ഞാൻ അവിടെ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് എക്സാമാണ്, അപ്പോൾ അവർ റിവൈസ് ചെയ്യണം. ആ പേപ്പർ ഞാൻ രണ്ടാമതാണ് പോയി എഴുതിയത്. അത് ഞാൻ കിട്ടിയില്ല, 1 മണിക്കൂർ എക്സാം എഴുതിയതുകൊണ്ട് കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം അതിന് ഫീസടച്ച് എക്സാം എഴുതി. അങ്ങനെ പലപ്പോഴും പിന്നെ പഠിക്കുന്നത് അന്നേ ഞാൻ ബസ്സിലിരുന്നൊക്കെയാണ് പഠിക്കുന്നത്, ബസ്സിൽ ഇരുന്നൊക്കെയാണ് പഠിക്കുന്നത്. അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് അവിടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എൻ്റെ സബ്ജക്റ്റ് തന്നെയാണ്, ഞാൻ കോളേജിൽ പഠിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇങ്ങനെ പഠിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് അന്ന് തോന്നിയിരുന്നില്ല. ഇനി ചില സബ്ജക്ട്സ് ഇലക്ട്രോണിക്സ് മാത്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ. അത് അങ്ങനെയൊക്കെ ടൈമൊക്കെ മാനേജ് ചെയ്ത് അങ്ങനെയൊക്കെ പോയി. അപ്പോൾ ആ ഒരു PG കഴിഞ്ഞതിന് ശേഷമാണ് സീരിയസ് ആയിട്ട് നെറ്റിനെ കുറിച്ച് ഞാൻ കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. 2017 ഞാൻ PG കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് PG കഴിഞ്ഞു. പിന്നീട് ഞാൻ നെറ്റ്
സീരിയസ് ആയിട്ട് എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം എഴുതുന്ന സമയത്ത് ഒരുവിധം മാർക്കുണ്ടായിരുന്നു, വളരെ അടുത്തെത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ എല്ലാ സബ്ജക്ട്സും ഒരുമിച്ച് പഠിച്ചല്ലോ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്തും, ഞാൻ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്തും പറയാറുണ്ട്, നിങ്ങൾ PG കഴിഞ്ഞ ഉടനെ എഴുതണം, കിട്ടും എന്നുള്ള പറയാം. അപ്പോൾ അതെനിക്കറിയാം. അങ്ങനെ നമ്മൾ എല്ലാ പേപ്പറും പഠിക്കുന്നുണ്ട്, കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കോളേജിൽ തന്നെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കുറച്ചൊരു ഫ്രഷേഴ്സ് വരുന്ന സമയമാണ്, അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് എനിക്ക് ഒരു എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ആ എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്ക് അന്ന് എഴുതാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുതുന്നില്ല എന്ന് വിചാരിച്ചു. എഴുതുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ നെറ്റ് എഴുതുന്നില്ല എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഡിസംബറിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ വീണ്ടും അടുത്ത പ്രാവശ്യം ഒന്ന് എഴുതാം എന്നുള്ള മനസ്സിൽ വന്നു. അങ്ങനെ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോയാൽ പറ്റില്ല, കാരണം ഞാൻ ഇതിൻ്റെ അടുത്തേ എത്തുന്നുള്ളൂ. അപ്പോൾ അടുത്തെത്തുന്നു എന്ന് വെച്ചാൽ ഇനി കുറച്ചുകൂടെ ഇനി ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് പോകും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കോച്ചിങ് ഒക്കെ നോക്കി. അപ്പോൾ ഓഫ്ലൈൻ കോച്ചിങ് എന്ന് പറയുന്നത് അന്ന് കൊല്ലത്തുണ്ട്. പക്ഷേ കൊല്ലത്ത് വരെ പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ ഇഗ്നോയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാ അവധി കോളേജിൽ ക്ലാസ്സുള്ള ദിവസമെല്ലാം കോളേജിൽ പോവും, പിന്നെ അവധി ദിവസമെല്ലാം ഇവിടെ ക്ലാസ്സിന് പോവും. അപ്പോൾ ശരിക്കും എനിക്ക് അതൊന്ന് മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. മോള് കുഞ്ഞാണ്, അപ്പോൾ അവളുടെ പഠിത്തം നോക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും കൊല്ലത്ത് പോകുന്നില്ല എന്ന് വെച്ചു. പിന്നീട് ഞാൻ ഓൺലൈൻ അപ്പോഴാണ് ഈ കോവിഡ് വരുന്ന സമയത്താണ് ഓൺലൈൻ കൂടുതൽ നമ്മൾ മൊബൈലിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഓൺലൈൻ കോച്ചിങ് പലതും ഉണ്ട്, മലയാളത്തിൽ കോച്ചിങ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നോക്കാം എന്നുള്ളതായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് കോച്ചിങ് സെൻ്റർ ഉണ്ട്. ശരിക്കും നെറ്റിനൊക്കെ കോച്ചിങ് സെൻ്റർ നോർത്ത് ഇന്ത്യയിലാണ്, ഒരുപാടും ഉണ്ട്. നമുക്ക് ഇവിടെയൊന്നും അങ്ങനെ ഇല്ല, ഇപ്പോഴാണ് കുറച്ചൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് എന്താ വെച്ചാൽ നോക്കാം, ഏതെങ്കിലും കോച്ചിങ് നോക്കാം. ഈ സമയത്തൊക്കെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ നോക്കി പഠിക്കുന്നുണ്ട്. യൂട്യൂബ് വീഡിയോ ഒക്കെ ഞാൻ പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു 2015 മുതലേ ഞാൻ യൂട്യൂബ് വീഡിയോയിലൊക്കെ, അന്നൊക്കെ IITയുടെ ക്ലാസ്സുകൾ ഒരുപാട് യൂട്യൂബിലുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഓരോന്ന് പഠിക്കുന്നതൊക്കെ. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ട് തന്നെയാണ് ഈ എക്സാം എഴുതാൻ പോകുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ നോക്കാമെന്ന് വെച്ച് ഓൺലൈൻ നോക്കി. അത് എന്താണെന്ന് വെച്ചാൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. പിന്നെ എനിക്കങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. പഠിക്കുന്നുണ്ട്, എയ്ഫർ അല്ല, മറ്റൊരു പ്ലാറ്റ്ഫോമിൽ. ആദ്യമൊക്കെ ഞാൻ ആ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഞാനതിൽ ജോയിൻ ചെയ്യാമെന്ന് വെച്ചു. അതിൽ പക്കായിട്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, നോട്ട്സ് ഉണ്ട്, ലൈവ് സെഷൻസും 1-2 ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ മിസ്സിങ് ആണ്. അതായത് എനിക്ക് സ്വയമേ പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ ഒരു ഷെഡ്യൂളൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കാം, അപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ മാറ്റി വയ്ക്കാൻ തുടങ്ങി. അത് നാളെ പഠിക്കാം, ഇന്നത്തെ ലൈവ് നാളെ കിട്ടുമല്ലോ, നാളെ പഠിക്കാം, അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ എനിക്ക് അപ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ശരി, അത് കഴിഞ്ഞു. പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ, എനിക്ക് 42 വയസ്സായി. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ, എനിക്ക് ഒത്തിരി സമയം ഇരിക്കാൻ പറ്റില്ല, ഒരുപാട് എഴുതാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലും പഠിക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പെട്ടെന്ന് ഇത് പഠിച്ച് എത്തിയാലേ പറ്റുള്ളൂ. ഇനി ഒരുപാട് നാൾ ഇങ്ങനെ വച്ചിരുന്നാൽ ഇതെനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു കോച്ചിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് തന്നെ ചോദിച്ചു, ഞാൻ കോച്ചിങ്ങിന് പോയിട്ടു. അപ്പോൾ ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടാണ്. അപ്പം നിൻ്റെ ഇഷ്ടത്തിന് നീ പൊക്കുമെന്ന് പറഞ്ഞു. ഞാനെന്ന് വെച്ചാൽ എന്ത് തീരുമാനിക്കുന്നതിന് ഒരുപാട് പ്രാവശ്യം ആലോചിക്കും, ഒരുപാട് ദിവസം ആലോചിക്കും. പക്ഷേ ഐഫർ ചേരുന്നത് ഞാൻ 5 മിനിറ്റ് പോലും ആലോചിക്കാത്ത കാര്യമാണ്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഐഫറിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് 6 മാസം മുന്നേ വിളിച്ചന്വേഷിച്ചിരുന്നു. ഞാൻ ചോദിക്കുന്ന ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഉണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. സെക്കൻഡ് പേപ്പർ കമ്പ്യൂട്ടർ സയൻസിന് ഇല്ല, കുട്ടികളുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു. അന്നേരം ഞാൻ രണ്ടും കൂടെ ഉള്ളത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അത് 6 മാസം ഞാൻ ഡിലേ ചെയ്തു. വേണ്ട, സെക്കൻഡ് പേപ്പർ ഇല്ലല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് എന്തായാലും
അപ്പോൾ ഈ 6 മാസം ഞാൻ ആലോചിക്കുന്നുണ്ട്, പലതിലും നോക്കുന്നുണ്ട്, ഐഫർ നോക്കുന്നുണ്ട്, ഓരോന്നും നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പെട്ടെന്നൊരു ദിവസം ആലോചിച്ചു, എന്നാ ഐഫർ ചെയ്താൽ. പെട്ടെന്നുള്ള ചിന്തയാണ്, ഒരു 5 മിനിറ്റ് പോലും ഞാൻ എടുത്തിട്ടില്ല. സാധാരണ ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത് ചിന്തിച്ചാണ് ഓരോ കാര്യം ചെയ്യുന്നത്. 5 മിനിറ്റ് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഫീസ് അടച്ചു. എനിക്കൊന്ന് പകുതി ഫീസാണ് ആദ്യം അടച്ചത്. 2 ഇൻസ്റ്റാൾമെൻറ്റ്. 23 ജനുവരിയിലാണ്. 23 ജാനുവരിയിൽ, 23 ഡിസംബറിൽ, 23 ഡിസംബറിൽ, ഡിസംബർ ആ വെക്കേഷൻ സമയത്താണ്. ഡിസംബർ ക്രിസ്മസ് വെക്കേഷൻ 10 ദിവസം, അതിന് ആ സമയത്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ 10 ദിവസം എനിക്ക് പഠിക്കാൻ കിട്ടുള്ളൂ എന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് ആ 10 ദിവസം ഞാൻ പഠിച്ചിട്ടില്ല. ഈ ജോയിൻ ചെയ്ത അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ നേരത്തെ ഒരു കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും. ഇതിനകത്ത് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, PDF നോട്ടുകളുണ്ട്, ഇതങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സിലങ്ങ് ഫിക്സ് ചെയ്തു. 10 ദിവസം ഞാൻ പഠിച്ചിട്ടില്ല. എനിക്കൊന്ന് ജാനുവരി മുതലാണെന്ന് തോന്നുന്നു ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തോന്നുന്നു. അപ്പോൾ ലൈവ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഷെഡ്യൂൾഡ് ക്ലാസ്സുകളാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാം, ഓക്കെ ആണ് എന്നൊക്കെ തോന്നി. ഈ സമയത്ത് എനിക്കൊരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ പണ്ട് ഇത്തിരി വായിക്കുന്ന ആളായിരുന്നു, പിന്നെ കുറേ നാളത് മതിയാക്കി, പിന്നെ ഞാൻ വീണ്ടും വായിക്കാൻ തുടങ്ങി. അപ്പോൾ പല ബുക്കും വായിക്കും. അപ്പോൾ എനിക്ക് ഞാനൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആയി ഈ സമയത്തൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മാറ്റം വരുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഐഫറിൽ ജോയിൻ ചെയ്തു. ഐഫറിലെ ക്ലാസ്സുകൾ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 9 മണി വരെ, ചിലപ്പോൾ 9:30 അങ്ങനെ പോകും. അപ്പോൾ ഈ 7 മണി ഞാൻ പെട്ടെന്ന് കോളേജിൽ നിന്ന് വന്നിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്യും. അപ്പോൾ എനിക്ക് ഒത്തിരി നേരം ഇരിക്കാൻ പറ്റില്ല. കുറേ സമയം ഇരിക്കുമ്പോൾ എനിക്ക് കഴുത്ത് വേദന എടുക്കും. ഇരുന്നും നിന്നും കിടന്നൊക്കെയാണ് പഠിക്കുന്നത്. അങ്ങനെ കുറേ പഠിച്ചു. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യും. അപ്പോഴും എനിക്ക് കിട്ടുമെന്നുള്ള ഇതൊന്നുമില്ല. ക്ലാസ് കേൾക്കുന്നു, ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ പാസ്സാകും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഈ മാർക്കിൻ്റെ അടുത്ത് എത്താറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു, ഈ 152 അല്ലെങ്കിൽ 160 മുകളിലോട്ട് കട്ട് ഓഫ് പോയ ഓർമ്മ എനിക്കില്ല. അപ്പോൾ 160 കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഞാനിപ്പോഴും 160 ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് താഴോട്ട് എനിക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെ അതിപ്പോൾ ഞാനത് മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചു 300-ൽ 210 മേടിക്കണം. അപ്പോൾ എന്തുകൊണ്ട് 210 എഴുതിയെന്ന് എനിക്കറിയില്ല, വെറുതെ 210 അങ്ങ് എഴുതിയതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ക്ലാസ്സും ഒക്കെ അറ്റൻഡ് ചെയ്തു. ഐഫറിനെന്ന് പറഞ്ഞാൽ ഡെയിലി ടാസ്ക് ഉണ്ട്, പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യണമല്ലോ. മൊബൈലിൽ ആപ്പ് എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും സമയം കുറവാണ്. കോളേജിൽ പോയാൽ അവിടെ നിന്നൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, നമുക്ക് അവിടെ നിന്ന് പഠിക്കാനൊന്നും പറ്റില്ല. കമ്പൈൻഡ് സ്റ്റഡി പറ്റില്ല, കമ്പൈൻഡ് സ്റ്റഡിക്ക് ആരുമില്ല, അപ്പോൾ അതൊന്നും പറ്റില്ല. പിന്നെ ഞാൻ 3 മണിക്കൂറാണ് ഞാൻ ബസ്സിന് ചിലവാക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതും ബസ്സിൽ യാത്ര ചെയ്യുന്നതും ഒക്കെ 3 മണിക്കൂർ, എല്ലാം കൂടെ രാവിലെയും വൈകുന്നേരമായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ആ സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത് നോക്കി. അപ്പോഴാണ് ഞാനെല്ലാം ഡെയിലി ടാസ്ക് ചെയ്യുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് എല്ലാം അപ്പോഴാണ്. ഞാൻ ഇവിടുന്ന് നടന്ന ജംഗ്ഷനിലെത്തിയിട്ട് ബസ്സിനൊരു ചിലപ്പോൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. 2 ക്വസ്റ്റ്യൻ അവിടെ വെച്ച് ചെയ്യും, പിന്നെ ബസ് കയറിയിട്ട് ബാക്കി ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ടാസ്കൊക്കെ തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ ടാസ്കുകൾ ഉള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ അന്ന് എനിക്കൊന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു, അങ്ങനെ എന്തൊക്കെയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം പിറ്റേന്ന് ചെയ്യാമായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. അതാണ് എനിക്ക് ഐഫറിൻ്റെയൊക്കെ കുറേ പ്രത്യേകതകൾ, അതാണ് എനിക്ക് തോന്നിയത്. അന്ന് തോന്നിയിരുന്നു, അയ്യോ ഒരു ദിവസം കൂടി ഇട്ടിരുന്നെങ്കിൽ എന്താ, പിറ്റേന്ന് ചെയ്യാമല്ലോ, ഇന്ന് സമയമില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ആ സമയമില്ലായ്മയിൽ നിന്നാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് പോയി എടുത്തു, എല്ലാം വർക്കൗട്ട് ചെയ്തിട്ട് എൻ്റെ എക്സാമിനേഷൻസും സൺഡേസിൽ എക്സാമിനേഷൻസ് ഉണ്ടല്ലോ, അതും ഇങ്ങനെ തന്നെയാണ്. സൺഡേസിൻ്റെ എക്സാമിനേഷൻ പലതും മോളുടെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവിടണം. അപ്പോൾ അവിടെ ഇരുന്നൊക്കെ ആയിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ മാത്സ് ഒന്നും വർക്കൗട്ട് ചെയ്യാനുള്ള സമയമില്ല, വർക്കൗട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യമില്ല അവിടെ. ഞാൻ അല്ലാണ്ട് എല്ലാം ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ നോക്കി അങ്ങ് പോകും. എന്നാലും അറ്റൻഡ് ചെയ്യും. എൻ്റെ മനസ്സിൽ ക്വസ്റ്റ്യൻ വായിക്കണം, അതിൽ കിട്ടുന്ന മാർക്കല്ല, പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം വായിക്കണം. അങ്ങനെയായിരുന്നു, എല്ലാം അങ്ങനെ തന്നെയാണ് വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. പിന്നെ പഠിക്കാനുള്ളത് ഡെയിലി ടാസ്ക് ചെയ്യുമ്പോൾ
അതിൽ കുറേ ഡിസ്ക്രിപ്ഷൻ വരും, ഒരു ക്വസ്റ്റിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ വരും, അതെല്ലാം വായിക്കും. അതെല്ലാം ബസ്സിലിരുന്നാണ്. ഡെയിലി ടാസ്ക് ഇന്ന് വരെ ഞാൻ വീട്ടിലിരുന്ന് ചെയ്തിട്ടില്ല, എല്ലാം ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ചെയ്യും. അങ്ങനെ പോയിട്ട് എക്സാമിനേഷൻ പിന്നെ എന്ന് വെച്ചാൽ വെക്കേഷൻ ഉണ്ടായിരുന്നു, 2 മാസം വെക്കേഷൻ ഉണ്ടായിരുന്നു. വെക്കേഷന് നമുക്ക് കോളേജിൽ പോകണം, പക്ഷേ ക്ലാസ്സുകളില്ല. അപ്പോൾ എല്ലാ ദിവസമൊന്നും പോകണ്ട. അങ്ങനെ വരുമ്പോൾ എനിക്ക് സമയമുണ്ട്, കുറച്ചുകൂടെ പഠിക്കാനൊക്കെ സമയമുണ്ട്, അതൊക്കെ പഠിക്കും. പിന്നെ ജൂണിലാണ് ഈ എക്സാം എന്നുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ജൂൺ എക്സാം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം വെക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ജൂൺ എന്തായാലും ജൂൺ അവസാനമെങ്കിലും എക്സാം നടക്കും. അങ്ങനെ എനിക്ക് ജൂൺ 18-19 ആയിരുന്നു എക്സാമിനേഷൻ. എക്സാം അറ്റൻഡ് ചെയ്തു. ഇവിടെ നിന്ന് ഒത്തിരി ദൂരെ പോയിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. ഹസ്ബൻഡ് തന്നെയാണ് കൊണ്ടുപോയത്. തിരിച്ചു വന്നു. എക്സാം എഴുതിയിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നല്ല മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സമാധാനമായിട്ട് നോട്ട്ബുക്കൊക്കെ എടുത്ത് അലമാരിക്കകത്ത് വെച്ചു. കാരണം നേരത്തേക്ക് എല്ലാ എക്സാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങും വീണ്ടും. ഇത് അങ്ങനെ വേണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു. ഐഫറിൻ്റെ ക്ലാസ്സുകളെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ വൈകുന്നേരത്ത് 1.5 മണിക്കൂർ ക്ലാസ്, അതിൽ കുറേ കാര്യങ്ങൾ കേൾക്കും. നമ്മൾ കേൾക്കുമ്പോൾ പിറ്റേന്ന് അതായിരിക്കും ഡെയിലി ടാസ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഒരു PG കഴിഞ്ഞിട്ടുള്ള തൊട്ടുടനെ ഉള്ള ഒരാളല്ലല്ലോ ഞാൻ, 3 വർഷം കൊണ്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനെല്ലാം റിലേറ്റ് ചെയ്താണ് വയ്ക്കുന്നത്. പല കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ കുറേ എലിമിനേഷൻ ടെക്നിക്സ്, അതാണോ ഇതാണോ ഇതല്ലേ, അങ്ങനെയൊക്കെ മാറ്റി അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. അല്ലാതെ കാണാതെ പഠിക്കാനൊന്നും ഇപ്പോൾ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കുറേ പഠിച്ചു. ജൂൺ എക്സാം എഴുതിയപ്പോൾ ഓക്കെ എന്ന് തോന്നി. ഞാൻ ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുമല്ലോ, അന്ന് വൈകുന്നേരം എനിക്കിതിന് രാത്രി എപ്പോഴുമാണ് ആൻസർ വന്നത്. കുറേ ആൻസേഴ്സ് വന്നു. അപ്പോൾ എനിക്ക് അതിനോട് അടുക്കുന്നു, ഞാൻ മാർക്ക് നോക്കുമ്പോൾ അതിനോട് അടുക്കുന്നു. അപ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട്. പകുതിയിൽ ഞാൻ മതിയാക്കി, ബാക്കി എനിക്ക് നോക്കാനുള്ള എന്നെക്കൊണ്ട് പറ്റുന്നില്ല നോക്കാൻ. അങ്ങനെ പകുതിയിൽ ഞാൻ മതിയാക്കി, ഇനി ആൻസർ നോക്കുന്നില്ല. എന്തായാലും 2-3 ദിവസം കഴിയുമ്പോൾ ഈ ആൻസർ കീ വരുമല്ലോ, ഒഫീഷ്യലായിട്ട് വരുമല്ലോ, അത് നോക്കിയാൽ മതി എന്നുള്ളൊരു അതിൻ്റെ പിറ്റെന്നോ അറിയുന്നത് ഇത് ക്യാൻസൽ ചെയ്യുന്നു. അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാരണം എനിക്കറിയാം ഇനിയൊരു എക്സാമിനേഷൻ എന്തായാലും 2-3 മാസത്തെ ഗ്യാപ്പ് വരും. ഇനി എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റൂല എന്ന് തന്നെ വിചാരിച്ചു. വെക്കേഷനല്ല, ഇനി കോളേജിൽ ആ ഒരു ഇയർ തുടങ്ങുകയാണ്. ഒത്തിരി ക്ലാസ്സും എല്ലാം ഫുൾ ഫ്ലെഡ്ജിൽ ഓടുന്ന സമയമാണ്. നമുക്ക് ഒരു സമയം പോലും കിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇനി പറ്റില്ല, മതിയാക്കി എന്നുള്ളതായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് സാറിൻ്റെ ക്ലാസ് വോയിസ് ആണോ അതോ ടെക്സ്റ്റ് മെസ്സേജ് ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സാറിൻ്റെ തന്നെ മെസ്സേജാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇനി സമയമുണ്ട് എന്ന് വേണം വിചാരിക്കാൻ, അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ തുടങ്ങുന്നൊരു മെസ്സേജ്, സാറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിയാണ്, അപ്പോൾ ഒന്നുകൂടെ പഠിച്ച് തുടങ്ങാം, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. എന്തായാലും ഞാൻ ഇത്രയും കാശൊക്കെ ചിലവാക്കി പഠിച്ചതല്ലേ, അപ്പോൾ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ തുടങ്ങാമെന്ന് വെച്ച് തുടങ്ങി. നേരത്തെ ഉള്ള ആ ഒരു രീതിയിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. പലതും മറന്നുപോയി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ മറന്നുപോയി. പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോഴാണ്, ഇത്രയും 1 മാസം ഗ്യാപ്പ് ഉള്ളപ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് കുറച്ചുകൂടെ പഠിക്കാം എന്നുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങുന്നത്. വീണ്ടും ഇതൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ എൻ്റെ അടുത്ത എക്സാമിനേഷൻ ദിവസം 23-ാം തീയതി, അന്ന് സ്കൂളിൽ മോളുടെ പ്രോഗ്രാമാണ്, ഡാൻസ് പ്രോഗ്രാം. അപ്പോൾ എനിക്ക് പോവാതിരിക്കുന്നത് എങ്ങനെ? അപ്പോൾ ഹസ്ബൻഡും അമ്മയൊക്കെ പറഞ്ഞു, നീ പോയിക്കുന്ന എക്സാം അല്ലേ, അവളും ഓക്കെയാണ്. എങ്കിലും എനിക്കൊരു മനസ്സിൽ വിഷമമുണ്ട്. ഞാനൊരു അമ്മയല്ലേ, അവളുടെ ആദ്യമായിട്ടാണ് സ്കൂളിൽ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അത് പോകണമെന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തതാണ്. ഞാൻ എക്സാമൊക്കെ എഴുതാൻ പോയി. അവളുടെ സപ്പോർട്ടുണ്ടായിരുന്നു. അമ്മ എക്സാം എഴുതാൻ പോകണം എൻ്റെ കൂടെ വന്നില്ലല്ലോ എന്നുള്ളൊരു വാക്കുപോലും അവൾ ചോദിച്ചിട്ടില്ല. വീട്ടിൽ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, പോണ്ട, മോളുടെ കാര്യം നോക്ക്, നിൻ്റെ കാര്യം നീ എത്ര വർഷം കൊണ്ട് എഴുതുന്നു എന്തെങ്കിലും ചോദിച്ചിരുന്നുവെങ്കിൽ എനിക്കത് വലിയ പ്രയാസമായേനെ. ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടുള്ളത് കൊണ്ട് ഞാൻ ആ എക്സാം പോയി എഴുതി. അത് പോയി എഴുതിയപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ എന്നാലും പോയി എഴുതിയിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ആൻസർ കീ വന്നപ്പോൾ, ഒഫീഷ്യലല്ല, അൺഒഫീഷ്യൽ ആൻസർ കീ സൈറ്റിലൊക്കെ വരുമല്ലോ, അങ്ങനെ വന്നപ്പോൾ നോക്കിയപ്പോൾ അടുത്തൊക്കെ ഉണ്ട്.
എന്നാലും എൻ്റെ മനസ്സിൽ പഴയതാണ് കിടക്കുന്നത്. ഈ അടുത്ത് വരെ വരുന്ന ഒരു പരിപാടി എനിക്കുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെയാണ്. എന്തായാലും ഇനി ഒഫീഷ്യൽ ആൻസർക്ക് വന്നിട്ടേ നോക്കുന്നുള്ളൂ. നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് വന്നതിൽ എനിക്ക് തോന്നുന്നു 188 തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടില്ല. ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ടില്ല. അപ്പോൾ അത് ശരിയോ തെറ്റോന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് പേജ് ഉള്ളപ്പോൾ ക്വാളിഫൈഡ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. കുറേ സമയം ഞാൻ ഈ റിസൾട്ട് അത് തന്നെയാണോ എന്ന് നോക്കി എന്നിട്ട് ഞാൻ വീട്ടിലെല്ലാവരും ഒന്നുകൂടെ നോക്കുമോ ഇത് തന്നെയാണോ. എന്നിട്ട് ഞാൻ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചപ്പോൾ ഞാൻ ആ പേജ് റിസൾട്ട് വന്ന് നമ്മുടെ മാർക്ക് ഷീറ്റാണ് അയച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നോക്കണേ, ഇത് ക്വാളിഫൈ ആയിട്ടുണ്ട് എന്ന് അവിടെ അനൗൺസ് ചെയ്യും. നെറ്റ് ക്വാളിഫൈ ചെയ്ത് എല്ലാവരും അനൗൺസ് ചെയ്യും. അപ്പോൾ ഇത് ക്വാളിഫൈ ആണെങ്കിൽ എല്ലാവരും സ്റ്റാറ്റസൊക്കെ ഇടും. ക്വാളിഫൈ ആണെങ്കിൽ മാത്രമേ ഇടാവുള്ളൂ. എനിക്കൊരു കിട്ടിയെന്നുള്ള ഒരു ബോധം വരുന്നില്ല. എന്നിട്ട് ഞാൻ ഐഫറിന്ന് ചോദിക്കുമ്പോഴും ഞാൻ ഈ ഷീറ്റാണ് അയച്ചു കൊടുക്കുന്നത്. കാരണം ഞാൻ വായിച്ചതിൻ്റെ തെറ്റാണോ അതും അയച്ചു കൊടുത്തിട്ടാണ്. എത്ര പേർ കിട്ടിയെന്നൊക്കെ ചോദിക്കുമല്ലോ, ഐഫറിൽ ചോദിക്കുമല്ലോ, എത്ര പേര് നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്നൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഈ പേപ്പറാണ് മെൻറ്ററിന് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ക്വാളിഫൈ ആയി. പിന്നെ പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോകുന്നുണ്ട്. അന്ന് ക്ലാസ്സല്ല, എലക്ഷനായിരുന്നു, കുട്ടികളുടെ എലക്ഷനായിരുന്നു. അന്ന് ഞാൻ ഈ ലോകത്തേ അല്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിറ്റേന്നൊക്കെ ഓക്കെ ആയി, നോർമലായി. ഇതിലിപ്പം 2005 തൊട്ടിട്ട് എക്സാം എഴുതുന്നുണ്ട്. ഏകദേശം ഒരു 35-ലധികം തവണ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എയ്ഫറിൽ 2023 ഡിസംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. എയ്ഫറിൽ ജോയിൻ ചെയ്തതിന് ശേഷം മനസ്സിലാക്കുന്ന ആദ്യ എക്സാം ക്യാൻസലാക്കി, ബട്ട് ടെക്നിക്കലി ഫസ്റ്റ് എക്സാമാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എയ്ഫർ എത്രത്തോളം റോൾ ഉണ്ടായിരുന്നു തോന്നുന്നു? എയ്ഫറാണ് എന്നെ ഇങ്ങോട്ട് കൈപിടിച്ച് നടത്തിയത്. അതായത് എയ്ഫറിൻ്റെ ഒരു രീതികളാണ്. ഇപ്പോൾ വൈകുന്നേരത്തെ ഒരു ഷെഡ്യൂൾഡ് ക്ലാസ് ആണെങ്കിലും ആ ക്ലാസ് ഫുള്ളിരുന്ന് കേട്ടാലേ പറ്റുള്ളൂ. എൻ്റെ ഒരു രീതി അനുസരിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ചിലർ ഇറങ്ങിപ്പോവും, ഞാൻ അങ്ങനെ പോവില്ല. ക്ലാസ് ആണെങ്കിൽ ക്ലാസ് തന്നെ ഇരിക്കും. അപ്പോൾ എത്ര സമയമാണെങ്കിലും ഇരിക്കും, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഇരിക്കും. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഷെഡ്യൂൾഡ് ക്ലാസ് ഫുള്ള് ഞാൻ കേൾക്കും. എന്നിട്ട് ലാസ്റ്റ് കൺക്ലൂഷൻ ആകുമ്പോഴാണ് ഞാൻ പോകുന്നത്. ഒരു 9-9:15 ആകുമ്പോൾ ചിലപ്പോൾ കൺക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മതിയാക്കി പോകുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ ദിവസവും കേട്ടില്ലെങ്കിൽ തന്നെ എനിക്കൊരു വിഷമമാണ്. പിന്നെ ഐഫറിൻ്റെ ഒരു പ്രത്യേകത പറയാന്ന് വെച്ചാൽ ഈ എക്സാം അടുക്കാറാവുമ്പോൾ ഉള്ള രാവിലത്തെ സെഷൻ JRF ക്ലബ്ബ്, അത് സാറ് പറയുമല്ലോ, ഈ ജോയിൻ ചെയ്തില്ലെങ്കിൽ, വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിൽ കട്ട് ചെയ്യും, ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാനങ്ങനെ എന്ത് ചെയ്യും, എങ്ങനെ കയറും, രാവിലെ എണീറ്റിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഈ ഏജിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ വയ്ക്കുക, എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു. പക്ഷേ ഞാൻ ആലോചിക്കാം, അത് പറയാൻ പറ്റില്ല, ഞാൻ ഒരു കൊച്ചുകുട്ടിയല്ല, ഞാനിതൊക്കെ മനസ്സിലാക്കേണ്ട ആളാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജോയിൻ ചെയ്ത് കയറിയിരുന്ന് നോട്ടൊക്കെ എഴുതിയിട്ട് രാവിലെ നോട്ട് എഴുതാൻ നിൽക്കില്ല, ക്ലാസ് കേൾക്കത്തേ ഉള്ളൂ. നേരത്തെയുള്ള നോട്ട് വെച്ചിട്ടാണ് പഠിക്കുന്നത്. രാത്രിയിൽ നോട്ടെല്ലാം എഴുതും. രാത്രിയിലുള്ള സെഷൻ 7 തൊട്ട് 9 വരെയുള്ള സെഷനിൽ നോട്ടെല്ലാം എഴുതും. അപ്പോൾ അങ്ങനെ പോവും. പിന്നെ ഐഫറിനുള്ള ഒരു പ്രത്യേകത, നമുക്ക് ഇപ്പോൾ മെൻറ്റർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മെൻറ്റർ ആദ്യം വിളിക്കുമ്പോൾ ഞാനൊന്ന് ഡെയിലി ടാസ്ക് ചെയ്തില്ലെങ്കിൽ ചെയ്തിട്ടേ തിരിച്ച് വിളിക്കുകയുള്ളൂ. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് വിളിച്ച് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടേ വിളിക്കൂ. എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്ന് നോക്കും, ആപ്പിൽ പോയി നോക്കും. പെൻഡിങ് ഒന്നുമില്ല, എല്ലാം തീർത്തിട്ടാണ് പിന്നെ ഞാൻ മെൻറ്ററിനെ തിരിച്ച് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഉള്ളത്, നമുക്ക് കുറേ പഠിച്ചിട്ട് കാര്യമില്ല, കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണം. അത് ഐഫറിന് ഒത്തിരി ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. പിന്നെ സൺഡേസിലുള്ള എക്സാമിനേഷൻ, അതിൻ്റെ ഒരു മാർക്ക് വരുന്നത്, അതൊക്കെ നമ്മളെ കുറേ മോട്ടിവേറ്റ് ചെയ്യും. ഈ പോഡ്കാസ്റ്റുകൾ, പ്രിപ്പറേഷൻ അനാലിസിസുകളൊക്കെ അതൊക്കെ നോക്കും. എന്നിട്ട് അനാലിസിസ് നോക്കും. അയ്യോ ഞാൻ ഇത്രയും എത്തിയില്ലല്ലേ, എന്നിട്ട് ഞാനിത് എഴുതാത്തത് കൊണ്ടാണല്ലോ എത്താത്തതെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ശ്രമിക്കും.
പിന്നെ എല്ലാ ഓരോ ഡെയിലി ടാസ്ക് കഴിയുമ്പോഴും അതിൻ്റെ ആൻസർ വരുമ്പോൾ ആൻസറിൻ്റെ കൂടെ കുറേ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ വായിച്ച് വയ്ക്കും. എന്നുവെച്ചാൽ എനിക്ക് ഓർത്ത് കാണാതെ പഠിച്ച് ഓർത്ത് വയ്ക്കാൻ ഇപ്പോൾ എനിക്ക് കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് പഠിക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ മറന്നു. അത് തന്നെയാണ് ആദ്യത്തെ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തപ്പോഴും എനിക്കുണ്ടായിരുന്ന വിഷമം. അതെല്ലാം മറന്നു പോകും, കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു പോകും, പിന്നെ എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ക്ലാസ് തുടങ്ങുമ്പോൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ പഴയ ബുക്ക് ഇങ്ങനെ വെറുതെ മറിക്കും. അപ്പോൾ മറിക്കുമ്പോൾ അവിടേക്ക് എന്തൊക്കെയാണെന്നുള്ളത് അറിയാമല്ലോ. അങ്ങനെ അറിഞ്ഞാൽ മതി. ഇങ്ങനെ മറിച്ച് നോക്കും. എല്ലാ ദിവസവും എൻ്റെ കയ്യിലുള്ള എല്ലാ നോട്ട്ബുക്കും കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പേപ്പർ പഠിക്കാനാണെങ്കിലും സെക്കൻഡ് പേപ്പർ പഠിക്കാനാണെങ്കിലും എൻ്റെ കയ്യിൽ നോട്ട്ബുക്ക് എല്ലാം എടുത്ത് വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് മറിക്കും. അപ്പോൾ എനിക്കിപ്പോഴും കാണാതെ അറിയാം ഏതൊക്കെ പേജിൽ ഏതൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പറയുമല്ലോ, ബുക്കിൻ്റെ ഇന്ന പേജ് ഓർത്താണ് എക്സാമിനേഷൻ എഴുതുന്നത്. അങ്ങനെയൊക്കെ ഓർത്തിരിക്കും. അങ്ങനെ എല്ലാ പേജും മറിച്ച് നോക്കി അങ്ങനെ പോകും. ഐഫറാണ് എന്നെ കൊണ്ടുപോയത്. ഐഫർ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്യില്ല. ഇവൻ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്ന ആളാണ്. എനിക്ക് ഏകദേശം സബ്ജക്ട്സിൻ്റെ ഒക്കെ നോട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഐഫർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു, ഇവിടെ നിൽക്കില്ലായിരുന്നു. അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ, സന്തോഷം. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് കൂടി വേണ്ടിയിട്ട് ഇപ്പം ഏകദേശം ഒരു 35 തവണ എവളം അറ്റംപ്റ്റ് ചെയ്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇപ്പം അവർ 3, 4, 5 തവണ അറ്റൻഡ് 10 തവണ അവർക്ക് ആ ഒരു അത്ര ലോങ് ടേമിൽ അവർക്ക് ആ ഒരു മോട്ടിവേഷൻ നിലനിർത്താൻ അല്ലെങ്കിൽ ആ ഒരു സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഏകദേശം ഗായത്രിയെ സംബന്ധിച്ച് ഏകദേശം 19 വർഷത്തോളം ആ സ്വപ്നം ഇങ്ങനെ പിടിച്ചു. എങ്ങനെയാണ് ഗായത്രി ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തിയത്, അല്ലെങ്കിൽ ആ സ്വപ്നത്തിലുള്ള വിശ്വാസത്തോട് മുന്നോട്ട് പോയത്? ഒന്നാമത്തെ കാര്യം, എനിക്ക് പഠിക്കാൻ കുറച്ച് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു 2018 മുതലാണ് സീരിയസ് ആയിട്ട്. 2018 വരെ എനിക്കിത് എഴുതിയിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. 18 മുതലാണ് സീരിയസ് ആയിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ഓരോ പ്രാവശ്യം എഴുതുമ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ എഴുതില്ല, കിട്ടിയില്ലെങ്കിൽ എഴുതില്ല എന്ന് വയ്ക്കും. പക്ഷെ വീണ്ടും അടുത്ത എക്സാം ആകാറാവുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യും, എഴുതും. എൻ്റെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് വലിയതാണ് പഠിക്കാനൊക്കെ. അപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും പഠിക്കാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ് രണ്ടുപേരുടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നു. പിന്നെ നമുക്ക് ശരിക്കും ഇത് പ്രൈവറ്റ് കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെങ്കിലും ഈ ഒരു പോസ്റ്റിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന പോസ്റ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ക്വാളിഫിക്കേഷൻ വേണം, PG മാത്രം പോരാ. അപ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നാറുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചിലർക്കൊക്കെ PG നെറ്റുണ്ട്. അവിടെ വന്നിട്ടാണ് പലർക്കും കിട്ടിയിട്ടുള്ളത്. കയറുന്ന സമയത്ത് ആർക്കും നെറ്റില്ല. ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ വരുന്നുണ്ട്, നെറ്റോടുകൂടി വരുന്നവരുണ്ട്. അപ്പോൾ കയറുന്ന സമയത്ത് ഞാനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആർക്കും നെറ്റില്ല, അന്ന് നെറ്റ് ചോദിച്ചിട്ടുമില്ല. അപ്പോൾ എനിക്കതിനൊരു വിഷമമുണ്ട്, ഈ നെറ്റില്ലാതല്ലേ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിഷമം അതാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത്. അതിൽ ഒരു ഘടകം അതാണ്. ഓക്കെ, ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു വിഷമം, അതുപോലെയുള്ള ആ ഒരു സ്വപ്നം, പഠിക്കാനുള്ള ഇഷ്ടം, അതെല്ലാമാണ് ഇത്ര കാലവും ഈ ഒരു ആസ്പെക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ ഗായത്രിക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ളത്. അപ്പം നമ്മളൊക്കെ സ്റ്റുഡൻസൊക്കെ കാണുന്ന സമയത്ത് കൂടുതലും സ്റ്റുഡൻസിൻ്റെ ഒക്കെ പ്രശ്നം അവരൊരു 4-5 തവണ തോൽക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോൾ ചെയ്യുമ്പോൾ അവർ ഡീമോട്ടിവേറ്റഡ് ആണ്. അവർക്ക് പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അവരോട് എന്താണ് പറയുന്നത്? നമുക്കൊരു ഗോള് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്കൊരു, ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ നെറ്റ് ഞാനിരിക്കുന്ന പോസ്റ്റ് നെറ്റ് വേണം. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ 4-5 പ്രാവശ്യം എഴുതിയാൽ മാത്രം അങ്ങനെ ഡിമോട്ടിവേറ്റ് ആവേണ്ട കാര്യമില്ല. നമുക്കൊരു ഗോളിലേക്ക് എത്താൻ നമ്മൾ അത്രയും ജോലി ചെയ്യണം. എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഓരോ എക്സാമിനും ഞാൻ ഓരോ ഫെയിലിയറിനും ഞാനൊരു റീസൺ കണ്ടുപിടിക്കും. അപ്പോൾ അടുത്തതിൽ ആ റീസണാണ് ഞാൻ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടിരുന്ന 2 റീസൺസ് എന്ന് പറയുന്നത്, എൻ്റെ ഗോള് 160 മാർക്കായിരുന്നു എൻ്റെ ഗോൾ. നമ്മുടെ ഗോൾ അത്രയും അച്ചീവ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. ആ ഗോളിനെ ഞാൻ മാറ്റി 210 ആക്കിയപ്പോഴാണ് എനിക്ക് എത്താൻ പറ്റും. അപ്പോൾ അതെൻ്റെ ഒരു ഫെയിലിയർ ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നമായിരുന്നു.
അപ്പം നമുക്ക് നമ്മൾ ഫെയിൽ ആവുന്നെങ്കിൽ അതിന് റീസൺ ഉണ്ട്. ആ റീസൺ കണ്ടെത്തി അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ ഞാൻ നേരത്തെ ഗായത്രിയോടൊക്കെ സംസാരിച്ച ഒരു ആസ്പെക്റ്റിൽ ഇപ്പം ഓരോരുത്തരും ഡീമോട്ടിവേറ്റഡ് ആവാൻ ഒരുപാട് റീസണുകളാണ്. അപ്പം അതിൽ ഗായത്രിക്കൊക്കെ ഇനീഷ്യലി ഉണ്ടായിരുന്ന റീസണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളീ പല സ്റ്റുഡൻസ് കാണുന്നതാണ്. ഞാനൊരു ജനറൽ കാറ്റഗറിയാണ്. ഈ ജനറൽ കാറ്റഗറിക്ക് നോർമലി അത്യാവശ്യം നല്ല കട്ട് ഓഫാണ്, വലിയ കട്ട് ഓഫാണ്, അത് പോസിബിൾ ആവില്ല. അപ്പോൾ കുറച്ചു കാലം ആ ഒരു തോട്ട്, ഓക്കെ അതിൻ്റെ ഡിഫറെൻറ്റ് റിസർവേഷൻ ഡിസ്കഷനിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, ബട്ട് ജസ്റ്റ് ആ തോട്ടിൽ കുറച്ചു കാലം ഗായത്രി എത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ചെയ്തത്? അപ്പോൾ ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും ഞാനിപ്പോഴും മറ്റൊരു റിസർവേഷൻ കാറ്റഗറിയിലേക്കാൾ മാർക്ക് കൂടുതൽ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ടാണല്ലോ എനിക്ക് കിട്ടാത്തത് എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ മറ്റുള്ളവരെ നോക്കാൻ തുടങ്ങി. ഈ റിസർവേഷൻ ഉള്ളവർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? അവരുടെ ഗോൾ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ആ കട്ട് ഓഫാണ് അവരുടെ ഗോൾ, അതുകൊണ്ടാണല്ലോ അവർക്ക് കിട്ടാത്തത്. എന്നാൽ എൻ്റെ കൂടെയുള്ള എല്ലാ റിസർവേഷൻ ഉള്ളവർക്കും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് കാര്യമില്ല. അതും എൻ്റെ ഒരു ഫാക്റ്റ് ആയിരുന്നു, ഫെയിലിയർ ഫാക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് 160 കിട്ടിയില്ല, പക്ഷേ റിസർവേഷൻ ഉള്ള കാറ്റഗറിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അയാളുടെ ഗോൾ എന്ന് പറയുന്ന ആ റിസർവേഷൻ കട്ട് ഓഫാണ് അയാളുടെ ഗോൾ, അതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പോൾ അങ്ങനെ എനിക്ക് ആദ്യം കുറേ നാൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് മാറ്റി. അതല്ല, നമ്മൾ എന്താണോ നമ്മൾ എയിം ചെയ്യുന്നത് അവിടെ നമ്മൾ അങ്ങനെ ഉള്ളത് അതാണ്. അപ്പൊ അത് ബേസിക്കലി നമ്മളെ ഗോള് വലുതാക്കി. ഇപ്പൊ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോഴും എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഗായത്രിയുടെ നമ്മളെ ഗോള് വലുതാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നേരത്തെ എക്സാം എഴുതുമ്പോൾ കട്ട് ഓഫ് നോക്കും. ഈ വർഷം ഞാൻ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കും. കട്ട് ഓഫ് അതാണ് മനസ്സിൽ കിടക്കുന്നത്, ആ ഒരു ഡിജിറ്റാണ് മനസ്സിൽ കിടക്കുന്നത്. ഇപ്പം 160 ആയിരുന്നു, അല്ലെങ്കിൽ 154 കട്ട് ഓഫ് എങ്കിൽ ആ മൈൻഡിൽ ആ ഒരു ഡിജിറ്റ് കിടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് അതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതും എൻ്റെ ഒരു ഫാക്റ്റാണ്. ഈ കുറേ വർഷം ഈ അടുത്ത വർഷങ്ങളിൽ ഞാൻ എൻ്റെ കുറേ ഫെയിലിയേഴ്സ് ഞാൻ കണ്ടെത്തി. എന്നിട്ട് അപ്പോൾ അത് സെറ്റ് സാർ ചോദിച്ച പോലെ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചു. 210 300ൽ 210 മാർക്കോടുകൂടി പാസ്സാകുന്നുള്ളത് ഞാൻ നോട്ട്ബുക്കിൽ എഴുതി വെച്ചു. എന്നിട്ട് എന്നും അത് നോക്കൊന്നുമില്ല, പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ അതാണ് അതെൻ്റെ മനസ്സിലായി. ഞാൻ എല്ലാവരും പറയും ഗോളൊക്കെ എഴുതിയിട്ട് എല്ലാ ദിവസവും നോക്കും, ഞാൻ അങ്ങനെ നോക്കൊന്നുമില്ല. പക്ഷെ എൻ്റെ മനസ്സിലായി 210 കയറി. 160ൻ്റെ സ്ഥലത്ത് 210 കയറി. എന്തുകൊണ്ട് 210 എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ 210 എഴുതിയത് കൊണ്ടാണ് 188 ആയിരുന്നു ഇപ്പോഴത്തെ കട്ട് ഓഫ്. ഞാൻ ക്ലിയർ ആയിരുന്നു. 190 മാർക്ക്, 2 മാർക്ക് അപ്പുറത്തേക്ക് എത്തി. നേരത്തെ ഞാൻ എല്ലാവരോടും പറയുന്നത് ഈസി ആയിരുന്നു, പക്ഷെ എനിക്ക് 2 മാർക്കിന് താഴെയാണ് പോയത്. അതായിരുന്നു ഞാൻ പറഞ്ഞ് എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഗോള് കുറച്ചൊന്ന് വലുതാക്കി 210 വരെ ഞാൻ എത്തിയില്ല. അതിൽ 20 മാർക്ക് കുറവാണ് എനിക്ക് കിട്ടിയത്. കട്ട് ഓഫിനേക്കാളേറെ എത്തി. ആ 210 വെച്ചത് കൊണ്ടാണ് ഇപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഇത്രയും വലിയ കട്ട് ഓഫ് വരുന്നത് അവിടെയാണ്. ജൂൺ 2024 ഇത്രയും വലിയ കട്ട് ഓഫ് വരുന്നത്. അതുവരെ ഇത്രയും വലിയ കട്ട് ഓഫ് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ 210 എഴുതിയില്ലായിരുന്നു എങ്കിൽ ഒരു 170 എഴുതിയിരുന്നെങ്കിൽ ഞാനപ്പം വാങ്ങിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ആ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആ ഒരു ഗോള് പിക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏകദേശം ഒരു 19 കൊല്ലത്തോളം ഈ ഒരു ഗോളുമായിട്ട് പെർസ്യൂ ചെയ്യുന്നില്ല. നമ്മളെ ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പം 4-5 തവണയൊക്കെ കഴിയുമ്പോഴത്തേനും ഈ കുടുംബക്കാരെന്ത് കരുതും, ഈ നാട്ടുകാരെന്ത് കരുതും, ഓക്കെ കുറേ കാലമായില്ല പഠിക്കുന്നത്. അപ്പോൾ ഗായത്രിക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചലഞ്ചുകൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്തത്? എൻ്റെ ഒരു ഭാഗ്യമാണെന്ന് തോന്നുന്നു. എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മുടെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യും. വളരെ കുറവാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്തതൊക്കെ കാണും, അങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ സാർ പറഞ്ഞ പോലെ നമ്മൾ മറ്റൊരു ഫാമിലിയിലേക്ക് പോകുമ്പോൾ അവരുടെ കളിയാക്കലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്നും പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ആരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. വീണ്ടും പോയി എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. കിട്ടിയില്ലെങ്കിൽ ഹസ്ബൻഡ് വേണമെങ്കിൽ തന്നെ പറഞ്ഞു അടുത്ത പ്രാവശ്യം എഴുതും. അത്ര ആ ഒരു കാര്യങ്ങളെ കാണും. പഠിക്കുന്നതിന് നല്ല സപ്പോർട്ടായിരുന്നു. അത് ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. എൻ്റെ അച്ഛൻ എല്ലാവരും, ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്തു.
എനിക്ക് ഫാമിലിയിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കളിയാക്കലോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പിന്നെ അടുത്ത റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്ന് പോലും അങ്ങനെ ഒരു കളിയാക്കലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ കൂടെയുള്ളവർ തന്നെ പറയും, ടീച്ചറിന് മതിയാക്കാറായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും എഴുതും, സമ്മതിച്ചു തന്നിരിക്കുന്നത് എങ്ങനെ എഴുതാൻ പറ്റുന്നത് വീണ്ടും എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ കൂടെ ഉള്ളവർ പലരും മതിയാക്കി, ഇനി പയ്യെ എഴുതാം. 1-2 ഞാൻ പഠിപ്പിക്കുന്ന PG ഒക്കെ കോളേജ് PG ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ കുട്ടികൾ ഇറങ്ങിയിട്ട് 2 പ്രാവശ്യം എഴുതിയിട്ട് ടീച്ചറെ ഇനി പറ്റില്ല എഴുതാം എന്നാണ് പറയുന്നത്. ഞാൻ അവരോട് പറയുന്നത്, ഞാൻ ഇത്രയും കൊല്ലമായിട്ട് എഴുതുകയാണ്, എന്തെങ്കിലും നമ്മൾ ജയിക്കും എന്ന് പറയാറുണ്ട്. ഇതിലിപ്പം ഹസ്ബൻഡിന്റെ സപ്പോർട്ട്, അമ്മയുടെ സപ്പോർട്ട്, മോളെ സപ്പോർട്ടൊക്കെ പറഞ്ഞു. ഈ ഒരു വിജയത്തിൽ ഏറ്റവും കീ ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ പേരൊന്ന് ജസ്റ്റ് ഉണ്ട്. മോള് രാഗസൂര്യ, 9ാം ക്ലാസ്സിൽ സ്കൂളിന്റെ പേര് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ. ഓക്കെ. ഹസ്ബൻഡ് സന്ദീപ്, ടീച്ചറാണ്, ഹൈസ്കൂളിലെ ടീച്ചറാണ്. സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി നേരം ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായതിനൊക്കെ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ തന്നെ അറിയാണ്ട് നെക്സ്റ്റ് സപ്പോർട്ടൊക്കെ മേടിച്ചിട്ട് ഇത് വെച്ചിരുന്ന് പഠിച്ചാൽ മതി എന്ന് പറയും. ഓക്കെ. ഇതിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടി ഒരു ക്ലാരിറ്റി. കാരണം നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അമ്മയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അമ്മ ശാരദ, ഞാൻ പഠിക്കുന്നതിന് വേണ്ടി എന്ത് വേണമെങ്കിലും അമ്മ ചെയ്യും. എനിക്ക് കുറച്ച് പ്രായമായി, അപ്പോൾ ജോലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അച്ഛനെയും പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അച്ഛനാണ് അച്ഛന് ഞാൻ ഈ ഒരു ജോലി ചെയ്യണമെന്ന് അച്ഛന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു ജോലിയൊന്നും വേണ്ട, ഗവൺമെന്റിൽ തന്നെ ഈ ഒരു ജോലി കിട്ടണമെങ്കിൽ പോയാൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു അച്ഛന്. അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് നെറ്റ് കിട്ടി. ഓരോ എക്സാം കഴിയുമ്പോഴും ചോദിക്കും കിട്ടുമോ, ചിലപ്പോൾ കളിയാക്കിയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, പലതും പഠിച്ചാൽ എക്സാം എഴുതാൻ മുമ്പ് അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അച്ഛൻ കണ്ടിട്ടില്ല. അപ്പം ഇതിൽ തന്നെ നമ്മളിപ്പം മോളെ, അച്ഛൻ, ഹസ്ബൻഡിൻ്റെ, അമ്മയുടെ, ഇവരൊക്കെ സപ്പോർട്ട് പറഞ്ഞു. പക്ഷേ നേരത്തെ ചോദിച്ചതിലേക്ക് തന്നെ ഒന്നുകൂടി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ ബാക്കിയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന്, ഇപ്പം കോവർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, ചിലപ്പോൾ ഓരോരോ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന്, പുറത്തുനിന്ന് ഈ ആളുകളുടെ ഭാഗത്തു നിന്ന് മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അവരും എഴുതി പറ്റാത്തതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ എഴുതുന്ന അങ്ങനെയല്ല, അവരും എഴുതി നോക്കിയിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ള മെന്റാലിറ്റിയാണ്. അവർക്കും സാധിക്കാത്തത് കൊണ്ട് ഇങ്ങനെ എഴുതുന്ന എന്നുള്ള രീതിയാണ്. അങ്ങനെ അല്ലാതെ നമ്മൾ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും പറയില്ല. അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങളെ സർക്കിളിലില്ല. അങ്ങനെ പറയുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് സഫർ ചെയ്യുന്നവരുണ്ടാകും. പക്ഷെ എനിക്ക് അതാണ്, പലരും അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു, അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്ത് അവർക്ക് സപ്പോർട്ടില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള എൻ്റെ മൈൻഡിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കലി കുറേ പ്രശ്നങ്ങൾ, പിന്നെ എൻ്റെ ഏജിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഞാൻ സഫർ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഇതിൽ ഏജ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇഫറിൽ തന്നെ ഒരുപാട് ഐഫ്രൈസ് ഉണ്ട്. 20, 25, 30, 35, 40, 50, 60, 68 ഒക്കെ ഉണ്ട് നമ്മുടെ 68 വയസ്സൊക്കെ. അപ്പം കുറച്ച് ഞാനിങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ 35 ഒക്കെ കഴിഞ്ഞ ആളുകളൊക്കെ പറയുന്ന മാഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, മേ ബി നമ്മളൊക്കെ ഏജിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഞാനും 35+ തന്നെയാണ് ഒക്കെ ഫാക്ടേഴ്സ് ഒക്കെ ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ ഓവർകം ചെയ്തത്? ഒരു പറഞ്ഞ കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും ഇങ്ങനെ കാണാതെ പഠിച്ചു, അല്ലെങ്കിൽ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ 2 ദിവസം കഴിഞ്ഞ് മറന്നു. അതിന് റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് റിലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് എക്സാം ആണോ സെക്കൻഡ് എക്സാം ആണോ എന്ന് എനിക്കറിയില്ല. ഒരു ബയോളജി റിലേറ്റഡ് ആയിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ടീച്ചർ എപ്പോഴും ടീച്ചർ പോകുന്ന ഹോസ്പിറ്റൽ, ടീച്ചർ കാണുന്ന സെക്ഷൻ, ഡിപ്പാർട്ട്മെൻ്റ് അതൊക്കെ പറയും. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഞാൻ എക്സാം എഴുതുമ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തു. ടീച്ചർ ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നത്, ഏത് സെക്ഷനാണ് കാണുന്നത്, ഏത് ഡോക്ടറാണ് കൺസൾട്ട് ചെയ്യുന്നത്, ടീച്ചറിൻ്റെ ഒരു അസുഖം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാനിങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ
അങ്ങനെ എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ഞാനങ്ങനെ റിലേറ്റ് ചെയ്താണ് പഠിച്ചത്. കാണാതെ പഠിത്തം നമുക്ക് പറ്റുന്നില്ല. എങ്കിലും ഞാൻ എഴുതി തുടങ്ങുന്ന സമയത്ത് ഒരുപാടും ഈ കാണാതെ പഠിച്ചതെന്ന് എഴുതുന്ന രീതിയുമായിട്ട് ഫോക്കസ് ചെയ്താണ് കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒരു നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഏജിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ റിപ്പീറ്റ് ചെയ്യും, വെറുതെ ഓർത്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഐഫറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എല്ലാം നമുക്ക് എടുത്ത് വെക്കും. എന്നിട്ട് ഇങ്ങനെ മറിച്ച് നോക്കും. അപ്പോൾ ഓരോ കാര്യവും ഏത് പേജിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ പിന്നെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതൊക്കെ ചെയ്ത് വരുമ്പോൾ ഇത് നമ്മൾ മറക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ വരുന്ന വഴി മറക്കില്ല. കണ്ണടച്ചാണെങ്കിൽ ഇപ്പോൾ ഇരുട്ടത്താണെങ്കിൽ ഈ വീട്ടിലെ എല്ലാ റൂമിലും എനിക്ക് പോകാൻ പറ്റും. അത് ദിവസവും ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റിലേക്ക്. എത്ര വയസ്സ് കൂടുന്നോ അതനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന എണ്ണം കൂടും. ഓക്കെ സോ നൈസ്. അപ്പം ഇതിൽ തന്നെ ഇപ്പം ഒരുപാട് നമ്മളുടെ സൊസൈറ്റിയിലൊക്കെ ആളുകൾക്ക് സ്റ്റുഡൻസിന് മൾട്ടിപ്പിൾ റോളുകൾ നിർവഹിക്കേണ്ട ആളുകളാണ്. അപ്പം ഒരേ തവണ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഒരു അമ്മയാണ്, അല്ലെങ്കിൽ പാരൻസ് ആണ് നമ്മളിൽ പലരും. അതുപോലെ തന്നെ എംപ്ലോയീസ് ആണ്, ജോലി ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഇത് ഞാൻ ഒരുപാട് തവണ എക്സാം എഴുതുന്നു എന്നുള്ളൊരു ഒരു 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 ബേർഡൻ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ആ ഒരു ആസ്പെക്ട് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബീങ് എ മദർ, ബീങ് എ ടീച്ചർ, ഓക്കെ, ബീങ് എ സ്റ്റുഡൻറ്, ബീങ് എ പാർട്ട്ണർ, ഇതെല്ലാം കൂടി ഗായത്രി വർക്ക്ഔട്ട് ചെയ്തു? ബിക്കോസ് അൾട്ടിമേറ്റ്ലി എവറിഥിങ് ഈസ് വർക്കിംഗ് ഫൈൻ ആൻഡ് യു ഹാവ് ക്വാളിഫൈഡ്. ഞാൻ പറഞ്ഞ ഈ 19 വർഷമാണ് ഞാൻ എഴുതുന്നെങ്കിലും ഐഫോണിൽ വന്നപ്പോഴാണ് വേറൊരു കാര്യം കൂടെ ഞാൻ സെറ്റ് ചെയ്തു. ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് കിട്ടുന്നുണ്ട്. അതായത് 6 മാസം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു അത്രയും വർഷം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും. പഠിക്കും. ഇന്നിപ്പോൾ എനിക്ക് സമയം കിട്ടുമോ, 1 മണിക്കൂർ സമയം കിട്ടുമോ, ഞാൻ 1 മണിക്കൂർ പഠിക്കും. നാളെ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ പഠിക്കില്ല. അങ്ങനെയാണ് ഞാൻ മുന്നേ. അപ്പോൾ അത് മാറ്റുക എന്നുള്ളത് ഞാൻ വിചാരിച്ച നടക്കുക. അത് ഐഫർ എന്നെ അതിന് സഹായിച്ചു. ഒരു കോച്ചിങ്ങിലേക്ക് പോവുക എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്. നമുക്ക് സ്ഥിരമായിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിന് മുമ്പിൽ ഇരുന്നാലേ പറ്റും. അല്ലാതെ നമുക്ക് പറ്റില്ല. നമ്മുടെ ടൈം മാനേജ്മെന്റ്, നമുക്ക് എത്ര സമയം ഉണ്ടെങ്കിലും നമുക്ക് സമയം തരും. അതുകൊണ്ട് മിഷൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് പറയുന്നതായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട്. എനിക്ക് എത്ര സമയം ഉണ്ടെങ്കിലും തികയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ ഇരിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ അത്രയും സമയം ഞാൻ പഠിക്കും. പിന്നെ ബസ്സിൽ ഞാൻ വെറുതെ സമയം വേസ്റ്റാകും. എല്ലാവരും ഞാൻ ബസ്സിൽ പോകുമ്പോൾ മൊബൈൽ നോക്കി എനിക്ക് കാഴ്ച കണ്ടു. പക്ഷെ ഞാൻ ബസ്സിലിരുന്ന് മുൻകാലങ്ങളിൽ ബസ്സിലിരുന്ന് മൊബൈലൊക്കെ നോക്കുന്ന ഒത്തിരി മോശം കാര്യമായിട്ടാണ് കുറച്ചുനാൾ മുമ്പേ കണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഞാൻ നോക്കാറില്ല. ക്ലാസ് പഠിക്കുന്ന എല്ലാം ബസ്സിലിരുന്ന് അങ്ങനെ എല്ലാ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. പക്ഷെ ഡെയിലി ക്ലാസ് പോലുള്ള കാര്യങ്ങൾ വായിക്കും, മൊബൈലിൽ വായിക്കും, ഒക്കെ എടുത്ത് വെച്ചിട്ട് വായിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ആ സമയമൊക്കെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നിട്ട് എൻ്റെ ബാക്കി കാര്യം ചെയ്യാനായിട്ട് കുറച്ച് സമയം എനിക്ക് കിട്ടും. പിന്നെ കൃത്യമായിട്ട് മാറ്റി വെച്ച സമയം എന്ന് പറയുന്നത് 7 മണി 9 മണി. അന്ന് ആ സമയം ഞാൻ അങ്ങനെ മാറ്റി വെച്ചു. ബാക്കി സമയത്ത് പറ്റുമെങ്കിൽ പഠിക്കും. എല്ലാ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ പോയി. പിന്നെ മോളുടെ സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. ഒരു കൊച്ചുകുട്ടി എന്ന് പറയുമ്പോൾ അവരുടെ ഏജിൽ അമ്മ പഠിപ്പിച്ചു തരണം, ട്യൂഷനൊന്നും പോകുന്നില്ല, അമ്മ പഠിപ്പിച്ചു തരണം എന്നോട് വാശി പിടിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒന്ന് പഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവള് കൂടെ വന്നിട്ട് പഠിക്കും. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പം ഏകദേശം ഞാനിപ്പോൾ ഇത്ര അധികം ഈ ഒരു 35+ ചെയ്തതിന് ഇന്നത്തെ കാലത്ത് ഹൈലി കോമ്പറ്റേറ്റീവ് ആവുന്ന ഈ ആസ്പെക്റ്റുകളുടെ ഒരു കോച്ചിങ്ങുകൾക്ക്, എസ്പെഷ്യലി ഐഫർ പോലെയുള്ള കോച്ചിങ്ങുകൾക്ക് എത്രത്തോളമാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്? പ്രിപ്പറേഷൻ, നിങ്ങൾ മുമ്പുള്ള പ്രിപ്പറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഐ മീൻ ഓവറോൾ കോച്ചിങ്, ഒരു സ്ട്രക്ചേർഡ് പഠനം എന്നുള്ളത് ലൈക്ക് ഐഫർ. അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോച്ചിങ്ങിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല.
അന്ന് മറ്റു ചില സബ്ജക്ട്സിൽ കോച്ചിങ് ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സബ്ജക്റ്റിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് സബ്ജക്ട്, അപ്പോൾ അതിന് കോച്ചിങ് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരെയൊക്കെ കോച്ചിങ് ഉണ്ട്, അതിന് പോകാൻ പറ്റില്ല. പിന്നെ ഈ ഓൺലൈൻ കോച്ചിങ് എന്ന് പറയുന്നത് വളരെ റീസെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതും നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടാണ് കുറച്ച് കോച്ചിങ് വീഡിയോ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇംഗ്ലീഷാണ് മീഡിയം പറയുന്നത് എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഹിന്ദിയൊക്കെ പറയും. ഹിന്ദിയൊന്നും എനിക്കറിയാൻ മനസ്സിലാവുന്നു. നമുക്ക് മലയാളത്തിൽ കേൾക്കുന്നത് പോലെ ഇപ്പോൾ ഇംഗ്ലീഷാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ കാര്യം മനസ്സിലാവും, പക്ഷെ പോയിന്റ് അതുപോലെ അങ്ങോട്ട് മനസ്സിലേക്ക് കയറില്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നോർത്ത് ഇന്ത്യൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്, പക്ഷെ അത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടില്ല. ഞാൻ നോക്കിയിരുന്നത് മലയാളം കോച്ചിങ് ഇവിടെ ഉണ്ട്, അങ്ങനെ നോക്കി വന്നതാണ്. ഇപ്പൊ ഇതില് നമ്മൾ നേരത്തെ ഡിസ്കസ് പറഞ്ഞ കേസാണ്, കുറെ കാലം ജസ്റ്റ് 1 മാർക്ക് 2 മാർക്കിന് മിസ്സാവുന്ന ഒരു സാധനം ഉണ്ടാകും. നമുക്കും ഈ ഫ്രൈഡ്സിലൊക്കെ പലപ്പോഴും കാണുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, മാഷ ഞാൻ കുറേ കാലമായി 1 മാർക്ക് 2 മാർക്കിനാണ് മിസ്സാവുന്നത്, ഞാൻ എത്ര എഴുതിയിട്ടും കാര്യമില്ല, എനിക്ക് 1 or 2 മാർക്കിന് മിസ്സാവും. ആ ഒരു മെന്റാലിറ്റി അത് ബിലീവ് ചെയ്ത് തുടങ്ങേണ്ടി വരുന്ന നിസ്സഹായവസ്ഥയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഗായത്രി കുറച്ച് കാലം അങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഒരു ട്രാപ്പിൽ നിന്ന്, അതായത് ഞാൻ ജസ്റ്റ് മിസ്സിങ് ആയിരിക്കും, ഞാൻ ജയിക്കാൻ പോകുന്നില്ല, ഐ എം ഗോയിങ് ടു ഫെയിൽ എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ്, ആ ഒരു മെന്റൽ ട്രാപ്പിൽ നിന്ന് എങ്ങനെയാണ് ഗായത്രി ഓവർകം ചെയ്തത്? നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ ഡിഫൈൻ ചെയ്യുന്നത് വളരെ നമുക്ക് പുറമേ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ മനസ്സ് ചെയ്യും എന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. ഈ 1 മാർക്ക് 2 മാർക്ക് നമ്മൾ അങ്ങനെ മനസ്സിനെ പഠിപ്പിക്കുകയാണ്. മനസ്സ് പറയും 1 മാർക്ക് 2 മാർക്ക് നമുക്ക് പോകും, അപ്പൊ എന്ത് ചെയ്താലും ആ 1 മാർക്കിന് എങ്ങനെ പോകാം എന്നതാണ് മനസ്സ് ചിന്തിക്കുന്നത്. ഞാനിത് പറയുന്നത് തന്നോട് പറയുന്നത് 1 മാർക്ക് മനസ്സിൽ കുറഞ്ഞത്, മനസ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ 1 മാർക്കിനാണ് കുറഞ്ഞത്, 1 മാർക്കിന് കുറയും, എങ്ങനെ കുറയാമെന്നുള്ളതായിട്ട് ചിന്തിക്കുന്നത്. ഗോൾ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇങ്ങനെ പോസിറ്റീവ് ആകുക, എപ്പോഴും പറയുന്ന കാര്യം പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. അങ്ങനെ ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാം പോസിറ്റീവ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഒരുപാട് നെഗറ്റീവാണ്, എങ്കിലും ചില ആസ്പെക്റ്റിലൊക്കെ ഞാൻ പോസിറ്റീവ് ആകാൻ ശ്രമിക്കാറുണ്ട്. ഓരോ തവണ റിസൾട്ട് വരുന്ന സമയത്ത് നോട്ട് ക്വാളിഫൈഡ് എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് റീകൂപ്പ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കാറുണ്ടോ? അത് ടൈം ചെയ്തിട്ട് ആണോ ചെയ്തിരുന്നത്? ഹൗ വാസ് ഇറ്റ് മെയ്ഡ് പോസിബിൾ? സീരിയസ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് വരെ ഞാൻ തന്നെ പ്രതീക്ഷിക്കുന്നു ഫെയിലിയറാണ് പ്രതീക്ഷിച്ചത്. ഫെയിലിയറാണ് 2018 വരെ കിട്ടില്ല, കിട്ടുന്ന ഒരു ചിന്തയൊന്നുമില്ല. കിട്ടുന്നവരൊക്കെ എന്തുമാത്രം പഠിച്ചവർക്ക് ലക്കാണ് എന്നൊക്കെയുള്ള കാര്യം ചെയ്യാം. അപ്പൊ ഇതെനിക്ക് കിട്ടുമെന്നുള്ള അല്ലെങ്കിൽ കിട്ടുന്ന ഒരു കാര്യമാണെന്നേ ഞാൻ ചിന്തിച്ചു. പിന്നീടാണ് അത് കിട്ടണം, അത് വേണം എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റും. It was really a surprise. Then coming to our science, കുറേ കാലങ്ങളായിട്ട് എഴുതുന്ന ഒരു എക്സാമാണ്, നമ്മൾ ക്വാളിഫൈ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ പുതിയ എക്സാം നടന്നു, റിസൾട്ട് വന്നു. നെറ്റ് എക്സാം മിസ് ചെയ്യുന്നുണ്ടോ? I mean, that was the part of the life for the past year. അതിന്റെ പ്രിപ്പറേഷൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ നോട്ട്ബുക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്ത് പഠിച്ചല്ലേ, ആ നോട്ട് എഴുതുന്നത് അതൊക്കെ എനിക്ക് മിസ് ചെയ്യും. പഠിക്കാൻ വലിയ താല്പര്യമുള്ള ആളെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അതൊക്കെ മിസ് ചെയ്യുന്നത്. ചിലരെ സംബന്ധിച്ച് ഒരു കാര്യം കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കിട്ടിയല്ലോ എന്നുള്ളതാണ്, പക്ഷെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, പഠിത്തം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും എഴുതണം. അങ്ങനെയാണ് ഞാൻ പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്യാമെന്നുള്ള ചിന്തയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനും ഈ പറഞ്ഞതുപോലെ ഡിലേ ആണ്, എല്ലാം എഴുതി പറ്റുന്നില്ല, എഴുതി അയച്ച് തിരിച്ചു വന്നു പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ പറയുന്നത് കമ്പൽസറി നിങ്ങളൊരു പേപ്പർ അവിടെ കോളേജിലെങ്കിലും അത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ചുറ്റുപാടും അതിലേക്ക് എന്നെ കൊണ്ടെത്തിക്കാറുണ്ട്. സോ ഇനി നമ്മളെ സ്റ്റുഡൻസൊക്കെ
ഈ സപ്പോർട്ട് സിസ്റ്റം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയധികം കാലം മുന്നോട്ട് പോകാനും ഇതിൽ വർക്കൗട്ട് ചെയ്യാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഗായത്രി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ഫാമിലിയിലും പാരൻസിനാണെങ്കിലും പാർട്ട്ണറിനാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ അമ്മമാരെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, ഞാൻ കൊടുക്കുന്ന സപ്പോർട്ട് സിസ്റ്റം ഒരു പ്രശ്നമായിട്ട് വരികയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് പറയാറുണ്ട്, അമ്മ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടമാവുന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് വരുന്ന ആസ്പെക്ട് ഉണ്ട്. ദ ഹോൾ ഈ എക്സാമിന് പ്രിപ്പയർ, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ ദ ഹോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ സപ്പോർട്ട് സിസ്റ്റങ്ങളോട്, മേ ബി ദ പാർട്ട്ണർ, മേ ബി ദ പാരൻസ്, മേ ബി ദ ഡോട്ടർ, സൺ, എന്താണ് കാര്യം പറയാം? സപ്പോർട്ട് ചെയ്യാം, എന്നാലും ഓവറായിട്ട് സപ്പോർട്ട് ചെയ്താലും പറ്റില്ല. വഴക്ക് വഴക്ക് പറയണം. പിന്നെ നമുക്ക് എന്താ ഒരു നമ്മുടെ ഫെയില്യൂർ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ലതായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലിയിൽ എന്നെ അങ്ങനെ ഇടപെട്ടിട്ടില്ല. എന്താണ് എൻ്റെ ഫെയില്യൂർ എന്ന് അതൊക്കെ ഞാൻ തന്നെയാണ് കണ്ടെത്തിയത്. എൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ ഞാൻ തന്നെയാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ ഞാനൊത്തിരി ഡിപ്പെൻഡിങ് പേഴ്സൺ ആണ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. ഇതിന്റെ പ്രശ്നങ്ങൾ വന്നാലും എന്ത് കാര്യത്തിനും ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനൊരു സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ അന്ധമായിട്ട് നമ്മളെ വിശ്വസിച്ചിട്ട് എല്ലാം ശരിയാണെന്ന് പറയുന്നതും ശരിയല്ല. ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ എക്സാമിൽ ഡിഫറെന്റ് ചലഞ്ചിങ് ആസ്പെക്റ്റുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ടൈമായിട്ട് ക്വാളിഫൈ ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്യാത്തവർ, അതുപോലെ തന്നെ ജസ്റ്റ് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ മിസ്സായിട്ടുള്ള ആളുകൾ, ഓക്കെ, അതുപോലെ തന്നെ ബീങ് എ പാരന്റ്, മദർ എന്നുള്ള ഡ്യൂട്ടി അലോങ് വിത്ത് ചെയ്യേണ്ട ആളുകൾ, പാർട്ട്ണർ എന്നുള്ള ഡ്യൂട്ടി ചെയ്യേണ്ട ആളുകൾ, അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് വാട്ട് വി നീഡ്. അതുപോലെ തന്നെ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ അതിൻ്റെതായ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ആസ്പെക്റ്റിലെ ചലഞ്ചുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചുകളിലൂടെയാണ് ഗായത്രി പോയിട്ടുള്ളത്, ഗായത്രി കൊടുത്തിട്ടുള്ളത്. സോ ദ ഫൈനൽ വേർഡ് അവരോട് എല്ലാവരോടും ആയിട്ട് എന്താണ് പറയാൻ? എല്ലാവരോടും എന്നെ ഒരുപക്ഷെ ഞാൻ പറയാറുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നതിനേക്കാൾ എൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ് എനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്നത് എന്നുള്ള രീതിയാണ് എനിക്ക്. അന്ന് ആരെങ്കിലും ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ, എന്നെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്താൽ എനിക്കത് മോട്ടിവേഷനാണ്. ആരെങ്കിലും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് എനിക്ക് മോട്ടിവേഷനായിട്ട് വരുന്നത്. എല്ലാവരും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും, എന്നെ ക്രിട്ടിസൈസ് ചെയ്തതിനും ഞാൻ താങ്ക്സ് ആണ് പറയുന്നത്. ഓക്കെ ഓക്കെ, എല്ലാവരും അവരുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ വൺസ് അഗൈൻ ഗായത്രി, കൺഗ്രാജുലേഷൻ. തിരുവനന്തപുരത്തുള്ള മിതിർമലയിലുള്ള നെറ്റ് ലാസ്റ്റ് ടൈം ക്വാളിഫൈ ചെയ്ത ഗായത്രിയോടാണ് ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഗായത്രിയുടെ പ്രിപ്പറേഷൻ ആസ്പെക്റ്റുകളിൽ ഒരുപാട് തവണ ഗായത്രി കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഏറ്റവും വലിയ ഒരു ആസ്പെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഗായത്രിയുടെ സപ്പോർട്ട് സിസ്റ്റം, ഗായത്രിയുടെ ഹസ്ബൻഡ്, മോള്, അതുപോലെ തന്നെ ഓക്കെ അമ്മയെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ഹാവ് ദാറ്റ് പാർട്ട്ണർ ആൻഡ് മോൾ. സോ വെൽക്കം സന്ധ്യ. ഓക്കെ സന്ധ്യ, മോളെ പേര് രാഗസൂര്യ. ഓക്കെ, ഗായത്രിയുടെ മോളാണ്. അപ്പൊ ജസ്റ്റ് ഞാനൊരു 2 കാര്യങ്ങൾ മാത്രം ചോദിക്കാം. വിശദമായിട്ട് പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ ഓൾറെഡി ഗായത്രി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ഇൻസ്പയറിംഗ്. ആദ്യം പറയാനുള്ളത് കൺഗ്രാജുലേഷൻസ്. ഓക്കെ, കൺഗ്രാജുലേഷൻ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയധികം കൺസിസ്റ്റന്റ് ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് ആ ഗോളിൽ നിലനിൽക്കാനും ഓരോരോ അപ്രതീക്ഷിതമായ റിസൾട്ടുകളും ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത സെറ്റ് ബാക്കുകളിൽ നിന്നൊക്കെ, നമ്മളൊക്കെ കുറെ പരീക്ഷയ്ക്ക് തോറ്റ ആളുകളാണ്, അതിൻ്റെയൊക്കെ പെയിൻ നമുക്കറിയാം. ആ സെറ്റ് ബാക്കുകളിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനും ഗായത്രിയുടെ ഏറ്റവും വലിയത് ഗായത്രി തന്നെയായിരുന്നു, ഗായത്രിയുടെ മെന്റാലിറ്റി. അതോടൊപ്പം തന്നെ ഗായത്രിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളും മോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ഒരു പാർട്ട്ണർ ആയത്
ആയതിന്, അങ്ങനെയുള്ള ഒരു മോളായതിന് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം കമ്മിങ് ടു തിങ്സ്, ഒന്ന് അപ്പം നമ്മൾ ഒരുപാട് ഈ ഫ്രണ്ട്സിനോട് ബാക്കിയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും അവരുടെ പ്രിയപ്പെട്ടവരെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പലപ്പോഴും ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രഷറായിട്ട് വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ, പരീക്ഷ ചെയ്യുന്ന കുട്ടികളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രഷർ, ഒരു ജയിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം തോൽക്കൂ എന്നുള്ള പേടിയാണ്. അപ്പൊ ഈ തോൽക്കൂ എന്നുള്ള പേടി എന്തിനാന്ന് ചോദിച്ചാൽ, ഇവരെ പേടി എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഒരുപാട് കുട്ടികൾ, ഞാൻ തോറ്റ എൻ്റെ അമ്മ എന്താകരുത്, എൻ്റെ അച്ഛൻ എന്താകരുത്, അപ്പൊ എൻ്റെ അമ്മക്കും അച്ഛനും സങ്കടമാവോ എന്ന് കരുതിയിട്ടുള്ള പേടി കാരണം പഠിക്കാൻ പറ്റാത്തത് കാരണം തോൽക്കാന്നുള്ള ടെൻഷൻ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. പാരന്റ്സിനെ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കുള്ള ബുദ്ധിമുട്ട്, ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലേ, എനിക്ക് മാർക്ക് പറഞ്ഞാൽ അത് പാരന്റ്സിന് ഭയങ്കര എഫക്ട് ചെയ്യുന്നുള്ള പേടി, അത് തന്നെയാണ് മെയിൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ. ഓക്കെ. അപ്പൊ ഗായത്രിയെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു വെച്ചാല്, ഇത്ര കാലത്ത് ഈ ലോങ് ടേമില് നിങ്ങളെ സപ്പോർട്ട് ഗായത്രിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ പോസിറ്റീവ് ആയിട്ടാണ്, വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ. എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളോട് നിങ്ങൾ പറയാം. ഞങ്ങളെ എന്ന് പറയുന്നത് എഴുതണം എന്നുള്ള, അത് എഴുതി പാസ്സാവണം എന്നുള്ളൊരു ഉദ്ദേശം, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നല്ല രീതിയിൽ നടത്തി. ആ ഒരു അക്കാഡമിക് അല്ലെങ്കിൽ അവരുടെ പഠന കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഞാൻ ഇടപെടുകയോ, അല്ലെങ്കിൽ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല, വീട്ടു ജോലികളുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യണം എന്നോ പറഞ്ഞിട്ടില്ല. ഓരോ പ്രാവശ്യവും ഇപ്പൊ ഇന്ന് ആദ്യം എഴുതി എനിക്ക് 1/2 മാർക്കിന് പോയി, അല്ലെങ്കിൽ 1 മാർക്കിന് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്തന്നെ എഴുതാം എന്നുള്ള ആ ഒരു രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം പ്രോത്സാഹനം കൊടുത്തു. അല്ലാതെ അയ്യോ എഴുതി ഇപ്പൊ 2 മാർക്ക് കിട്ടിയില്ല, ഇനി എഴുതണ്ട എന്ന് പറഞ്ഞില്ല. എല്ലാ വർഷവും എഴുതാൻ പ്രേരിപ്പിക്കും. അതുപോലെ പല പ്രാവശ്യം അയക്കാൻ മടിയാണെങ്കിൽ പറയും, അയക്കുന്നില്ലേ, അടുത്ത വർഷം, അടുത്ത 6 മാസം കഴിയുമ്പോൾ വിളിക്കും, അയക്കുന്നില്ലേ എന്ന് ചോദിക്കും. മാക്സിമം എന്നെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ശ്രമിച്ചു. അതുപോലെ തന്നെ ക്ലാസ്സിന്റെ കാര്യം, ഇപ്പോൾ ഇങ്ങനെ കോച്ചിങ് ചേരുന്നു എന്ന് പറഞ്ഞിട്ട് ചേരാൻ പറഞ്ഞു. എഴുതിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എഴുതിയെടുക്കണം എന്നുള്ളൊരു ഒറ്റ ഉറപ്പിന് ചേരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിൽ ചേർന്നത്. നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ക്ലാസ്സുകൾ സഹായിച്ചത്. കാരണം നമുക്കറിയാം, രാവിലെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പഠിക്കുക, അതായത് വൈകുന്നേരം വന്നിട്ട് റൂമിനകത്തിരുന്ന് പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, പഠിക്കണ്ട, അല്ലെങ്കിൽ ഇനി പറ്റൂല, ഇനി എഴുതണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴും എഴുതാൻ വേണ്ടിയുള്ള പ്രോത്സാഹനം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഇത്തിരി വിഷമം വന്ന് നമ്മുടെ ഫസ്റ്റ് ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് വന്നപ്പോ അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോ പിന്നെ അത് ഒരുപാട് ബാധിച്ചു. കാരണം പിന്നെ അയ്യോ ഇനി എങ്ങനെയാവും, കാരണം എഴുതി ഇറങ്ങിയപ്പോ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ല ദൂരെ, ഞങ്ങളങ്ങ് തിരുവനന്തപുരം നല്ല ദൂരെയാണ് പോയി എക്സാം എഴുതിയിട്ട് വന്നത്. അപ്പൊ അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കി. എങ്കിലും അടുത്ത എഴുതിയെടുത്തു. നമ്മള് എങ്ങനെയാണ് ഗായത്രി പ്രിപ്പയർ ചെയ്തതെന്നൊക്കെ കുറിച്ച് വിശദമായിട്ട് ഗായത്രി പറഞ്ഞു. ഓക്കെ, അപ്പൊ പലപ്പോഴും ഈ ഒരു പരീക്ഷയുടെ ഏറ്റവും വലിയ ആസ്പെക്ട് ഹാർഡ് വർക്ക് എന്നുള്ളത്, അൾട്ടിമേറ്റ്ലി നമ്മൾ അതിന്റെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഏട്ടന്റെ നിങ്ങളൊരു വ്യൂല് എത്രത്തോളം ഗായത്രി അതിന് വേണ്ടി എഫേർട്ട് ചെയ്തിട്ടുണ്ട്? അല്ല, ഇപ്പൊ ഗായത്രി സംബന്ധിച്ച് അവർക്ക് വായനാശീലം ഉണ്ട്. മുമ്പ് നല്ല രീതിയിലുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. മാക്സിമം എഫർട്ട് എടുത്ത് തന്നെയാണ് ഗായത്രി ഈ പരീക്ഷ അറ്റൻഡ് ചെയ്ത്. ഇതുപോലെ തന്നെ മറ്റു കുട്ടികളും ഇപ്പം നിങ്ങളുടെ കോച്ചിങ് ക്ലാസ്സിന് വരുന്ന കുട്ടികളായപ്പോഴും മാക്സിമം ഇപ്പോൾ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു പിന്നോട്ട് മാറി നിൽക്കാതെ മാക്സിമം അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. അത്രത്തോളം വർക്ക് ചെയ്ത്, കാരണം ഞങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങള് ഡെയിലി വേറെ ഒരു ജോലിക്കും പറയാറില്ല. കാരണം നമുക്ക് ഇതാണ് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം, അതുകൊണ്ട് അത് എഴുതിയെടുക്കുക. കാരണം അവളുടെ കാര്യമായാലും അവൾ അവളുടെ രീതിയിൽ പഠിച്ചോളും. ഞാനിപ്പോ ഇവിടെ തന്നെ ആയാലും ഞാനൊന്നും പറയാറില്ല. ഇപ്പൊ മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ 2 മാർക്ക് പോയി, 1 മാർക്ക് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വഴക്ക് പറഞ്ഞൊരു കാര്യമാണ്. വഴക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞാല് അടുത്തിന് അത് മാർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ ഒന്നും പറയാതെ ചിലപ്പോൾ അയ്യോ എനിക്ക് മാർക്ക് വാങ്ങണം എന്നൊരു തോന്നൽ അവരുണ്ടാവും. അപ്പൊ അങ്ങനെ മാക്സിമം ശ്രമിച്ചോളൂ. അതിനുള്ള റിസൾട്ട് കിട്ടി. അല്ല, നിങ്ങളുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സഹായമായിരുന്നു. കാരണം കമ്പൽസറി ക്ലാസ്സിൽ കയറുമായിരുന്നു. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ കമ്പൽസറി കയറും. ഞാൻ ക്ലാസ് ഇടയ്ക്ക് 1-2 ക്ലാസ് ഞങ്ങൾ ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു ക്ലാസ്. അതിന് തന്നെ ഒരു നല്ലൊരു നന്ദി നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ബീങ് ഗായത്രിയുടെ ഒരു പാർട്ണർ ആയിക്കൊണ്ട് തന്നെ ഗായത്രിയുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ ഒരു തടസ്സമാവാതെ നിന്നതിന് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, മോളാണ്. കൺഗ്രാറ്റുലേഷൻസ്. അമ്മ ജയിച്ചിരിക്കുന്നു. ഓക്കെ, രാഗസൂര്യ. ബേസിക്കലി നമ്മളൊക്കെ കുറെ കുട്ടികള് നമ്മളെ ഈഫറിലൊക്കെ അമ്മമാര് പഠിക്കും, മകള് പഠിക്കും, മോള് പഠിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മയുടെ പഠനം? അമ്മ
അമ്മ എനിക്ക് എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ആ. അമ്മ ആ സമയത്തൊക്കെ പഠിക്കട്ടെ, ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം അമ്മയും പഠിച്ചു, കൂടെ മോളും പഠിച്ചു അല്ലേ? അതായത് മോളെ ഞാൻ അഭിനന്ദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അമ്മയുടെ ആ സ്വപ്നത്തിലേക്ക് മോള് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായില്ല എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അല്ല, വാശിയില്ലായിരുന്നു. അല്ല, അമ്മ വന്നാലേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മ പഠിപ്പിച്ചാലേ പഠി, അങ്ങനെയൊന്നുമില്ല. അമ്മക്ക് ഇഷ്ടത്തിന് അമ്മ പഠിക്കുക, അവളുടെ ഇഷ്ടത്തിന് അവള് പഠിക്കും. ഓക്കെ, യാ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. താങ്ക് യു.